വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ക്യാരറ്റും പുളിയും ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതും ചോറിന് സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു ഡിഷ്. ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് 30 സെക്കൻഡ് ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ തുവരപ്പരിപ്പ്, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് മൂത്ത് കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണം വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മുളകൊന്നും ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പാനിൻ്റെ ചൂടിൽ തന്നെ കിടന്നിട്ട് ബാക്കി നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പുകളും അതുപോലെ ഉണക്കമുളകും എല്ലാം കൂടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ചട്നി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളി, തേങ്ങാക്കൊത്ത്, വാളംപുളി അതുപോലെ കറിവേപ്പില, ആ ഒരു മിക്സ് അതിൽ വെളിച്ചെണ്ണയോട് കൂടി തന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അതിലേക്ക് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കായം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ക്യാരറ്റിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്കൊന്ന് അരഞ്ഞു കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, വാളംപുളി ഉപയോഗിച്ചിട്ട്, മാങ്ങ ചേർത്തിട്ട്, അതേപോലെ തന്നെ ലൂബിക്ക, നെല്ലിക്ക, ചെമ്മീൻ, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് അടിപൊളി ഡിഷാണ് കേട്ടോ. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കും നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ.